ഹായ് ഹലോ നമസ്കാരം. നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് നമ്മൾ അധികം മുതൽ മുടക്കില്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന സംരംഭങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനമായും റീസെല്ലിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നും നമ്മൾ പറയുന്നത് റീസെല്ലിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു പ്രോഡക്റ്റിനെ കുറിച്ചാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതും എന്നാൽ ലഭ്യത കുറവുള്ളതുമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പാക്കിംഗ് മെറ്റീരിയൽസ് എന്നുള്ളത്. നമ്മളിപ്പോൾ സ്പൈസസ് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് തന്നെ കേരളത്തിനകത്ത് നമുക്ക് ഈ പാക്കിംഗ് മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, ഉണ്ടെങ്കിൽ തന്നെ അതിന് വില കൂടുതലാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ പല ആളുകളെയും കേരളത്തിന് പുറത്തു നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് പലരെയും കണക്ട് ചെയ്തിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉൾപ്പെടെ നമ്മൾ പാക്കിംഗ് മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ പോലും നല്ല വിലക്കുറവിൽ കിട്ടാറുണ്ട്. കേരളത്തിലെ പല ഷോപ്പുകളിലും പാക്കിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അവരൊക്കെയും നമ്മൾ വാങ്ങിക്കുന്ന ഈ ആളുകളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് ഇവിടെ വിൽക്കുന്നത്. പാക്കിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ തന്നെ നിരവധി സാധനങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു പ്രോഡക്റ്റ് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബോട്ടിൽ, അതല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡ് പൗച്ച്, ഇത് കൂടാതെ ഇപ്പൊ സാധാരണ കവറുകളിലൊന്നും ആരും പാക്ക് ചെയ്യാറില്ലല്ലോ. കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള പാക്കിംഗ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡപ്പ് പൗച്ചസിൽ തന്നെ സിപ്പർ പൗച്ചസ്, അങ്ങനെ അതിന്റെ പല കളറുള്ള വെറൈറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. അതേപോലെ ഇതിനി നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്കിങ്ങിനാണെന്നുണ്ടെങ്കിലോ കൊറിയർ കവേഴ്സ്, ബബിൾ ഡ്രാപ്പ്, പാക്കിംഗ് ടേപ്പ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ. പിന്നെ ഇതെല്ലാം കൂടി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാർട്ടൺ ബോക്സുകളും ആവശ്യമാണ്. നമുക്കറിയാം, കോവിഡിന് ശേഷം ധാരാളമായിട്ട് ഓൺലൈൻ സംരംഭങ്ങൾ വളർന്നു വന്നു. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഓൺലൈനായിട്ട് നമ്മൾ സാധനങ്ങൾ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള എല്ലാ പാക്കിംഗ് മെറ്റീരിയൽസും ആവശ്യമായി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് കുറച്ച് കാർട്ടൺ ബോക്സസുകൾ അത്യാവശ്യമായിട്ട് വന്നു. ഒരു 10 ഇഞ്ച് സൈസിലുള്ള കുറച്ച് കാർഡ്ബോർഡ് ബോക്സസ് വേണമായിരുന്നു. അപ്പോൾ നമ്മൾ എറണാകുളത്തുള്ള ഒരു ഷോപ്പുമായിട്ട് കോൺടാക്ട് ചെയ്തു. അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ അയച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ബോക്സിന് 50 രൂപയാണ് വില പറഞ്ഞത്. പിന്നീട് ട്രാൻസ്പോർട്ടേഷൻ ചാർജും എക്സ്ട്രാ വരുമായിരുന്നു. നമ്മുടെ പ്രോഡക്ട്സിൻ്റെതനുസരിച്ച് നമുക്ക് ആ വില കുറച്ച് അഫോർഡബിൾ അല്ലാതെ തോന്നിയത് കൊണ്ട് നമ്മൾ ഉടനെ തന്നെ തമിഴ്നാട്ടിലായിട്ടുള്ള വേറൊരു ആൾക്കാരുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവര് നമുക്ക് വേണ്ടിയിട്ട് അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ആ സൈസിലുള്ള ബോക്സസ് അത്രയും തന്നെ, ഒരു 25 ബോക്സ് മതിയായിരുന്നു. ആ 25 ബോക്സ് അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതിന് വെറും 10 രൂപയാണ് വില വന്നത്. മാത്രമല്ല, ജസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് വരുന്ന ഒരു 100 റുപ്പീസേ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് വാങ്ങാനും പറ്റി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എറണാകുളത്തുള്ള ആ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 40 രൂപ അവിടെ നഷ്ടം വന്നേനെ. നമുക്ക് ഇതേപോലെ കേരളത്തിന് പുറത്തുള്ള ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് പാക്കിംഗ് മെറ്റീരിയൽസ് എടുത്തിട്ട് കേരളത്തിൽ തന്നെ നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭം കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പാക്കിംഗ് ടേപ്പ്. എല്ലാ മേഖലയിലും ആവശ്യമുള്ളൊരു സാധനമാണ് ഈ പാക്കിംഗ് ടേപ്പ് എന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് നമ്മൾ ലോക്കലി ഒരു കടയിൽ നിന്ന് പോയി വാങ്ങിക്കുകയാണെങ്കിൽ 70 രൂപയാണ് ഒരു പാക്കിംഗ് ടേപ്പിന്റെ വില എന്ന് പറയുന്നത്. പക്ഷേ ഇതേ സാധനം, ഈ സെയിം ക്വാളിറ്റി ഉള്ളത് നമ്മളൊരു ബോക്സ് ആയിട്ട് എടുക്കുമ്പം ഒരു ടേപ്പിന് വെറും 25 രൂപയാവുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ബോക്സ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചെറിയൊരു മുതൽ മുടക്കിലൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണിത്. ഒന്നെങ്കിൽ നമുക്കത് ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ഷോപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യാം. ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 50,000 രൂപയിൽ താഴെ നമ്മൾ കുറച്ച് പ്രോഡക്റ്റ്സ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ ടൈപ്സും വേണം, എല്ലാ ടൈപ്പ് പാക്കിംഗ് മെറ്റീരിയൽസും വേണം. നമ്മളിപ്പം ടേപ്പ് ആയിക്കോട്ടെ, ബബിൾ ഡ്രാപ്പ്, അതുപോലെ നമ്മുടെ കൊറിയർ കവേഴ്സ്, മറ്റ് പാക്കേജിങ് മെറ്റീരിയൽസ്, സ്റ്റാൻഡ് പൗച്ച് പോലെയുള്ള കവേഴ്സ്, ബോട്ടിൽസിന്റെ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് എന്തൊക്കെയാണ് പാക്ക് ചെയ്യാൻ, ഓരോ സാധനങ്ങൾക്കും പാക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് അത്യാവശ്യമുള്ളത്, അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് ഇതെല്ലാം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഫുൾ പാക്കേജ് ഷോപ്പ്, അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തെടുത്ത് നമുക്ക് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവുന്നതേ ഉള്ളൂ. ഏതൊരു ബിസിനസ് മേഖലയും ആയിക്കോട്ടെ, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് കുറേ സ്റ്റോക്ക് എടുത്ത് വെച്ചാൽ മാത്രം പോരാ. അത് വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് അത്യാവശ്യമാണ്. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതികളൊക്കെ നമുക്ക് ധാരാളമായിട്ട് അറിയാം. അറിയത്തില്ലാത്തവർ അതിനെക്കുറിച്ചും കൂടി ഒന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്ക് വഴിയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ടാൽ തന്നെ അതിനടിയിൽ ഇഷ്ടംപോലെ ഓർഡേഴ്സ് നമുക്ക് വരുന്നതാണ്. കാരണം കേരളത്തിൽ ഇന്നുള്ള സംരംഭകർക്ക് മതിയാവാത്ത തരത്തിലാണ് ഇവിടുത്തെ പാക്കിംഗ് മെറ്റീരിയൽസിന്റെ വിതരണം അല്ലെങ്കിൽ ലഭ്യത എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന പാക്കിംഗ് മെറ്റീരിയൽസ് റീസെല് ചെയ്യുക പോലും ചെയ്താൽ നല്ല രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.
നമ്മളിത് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ലാഭം മാത്രം ഇടുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ബോക്സിന്റെ കഥ പറഞ്ഞതുപോലെ ഒരുപാട് ലാഭം ഇല്ലാതെ വളരെ ചെറിയ ലാഭത്തിൽ കൂടുതൽ ബിസിനസ്, കുറഞ്ഞ പ്രോഫിറ്റ് കൂടുതൽ ബിസിനസ് എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണ് ഈ പാക്കിംഗ് മെറ്റീരിയൽസിന്റെ ബിസിനസ് ഒക്കെ തീർച്ചയായിട്ടും ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ നല്ല രീതിയിലുള്ള കസ്റ്റമേഴ്സിനെ കിട്ടുന്നതും ബിസിനസ് കിട്ടുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്, എല്ലാവരും പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ഈ മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്നതെന്നായിരിക്കും. തീർച്ചയായിട്ടും അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. വിരൽത്തുമ്പിലുണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ. നമ്മൾ പണ്ടത്തെ പോലെ പല സ്ഥലങ്ങളിലും ഓടി നടന്ന് സംഘടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ഹോൾസെയിൽ ഡീലേഴ്സിനെ കണ്ടെത്തുകയും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തമായ ഐഡിയാസ്, ബിസിനസ് ഐഡിയാസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.